മാത്സ് എനിക്ക് അത്യാവശ്യം നല്ല ടഫായിരുന്നു. മാത്സിന് ഫിസിക്സിൻ്റെ പേപ്പറൊക്കെ കിട്ടിയപ്പോഴത്തേക്കും കെമിസ്ട്രി പൊട്ടിയെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞാൻ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മാത്സും കെമിസ്ട്രി ടഫായതുകൊണ്ട് ഫിസിക്സും ടഫാവുമെന്ന് വെച്ചാൽ ഞാൻ ഒരു സീരിയസ്നെസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ വരാൻ കുറച്ച് ലേറ്റായി പോയി. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നായിരുന്നു എനിക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ബയോളജീൻ്റെ എക്സാം എഴുതിയിട്ടില്ല. അപ്പോൾ ബാക്കി 5 സബ്ജക്റ്റിൻ്റെ മാർക്കായിരിക്കും ഞാൻ വീഡിയോ പറയുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചായിരുന്നു. മെയിനായിട്ടുള്ള കാര്യം മാർക്കൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ പോൾ ഇട്ട സമയത്താണെങ്കിലും കൂടുതൽ പേരും എസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആണെങ്കിൽ കമൻറ്റിലാണെങ്കിലും വീഡിയോ വേണമെന്ന് പറഞ്ഞു. പിന്നെ 10th ആണെങ്കിലും എല്ലാ എക്സാമിൻ്റെ മാർക്കിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണല്ലോ. സോ ഈ പ്രാവശ്യം ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആണെങ്കിൽ 11th ഓണം എക്സാമിൻ്റെ മാർക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ വെക്കേഷന് മുമ്പായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സാം ഉണ്ടായിരുന്നില്ല. പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് ചെറിയൊരു യൂണിറ്റ് ടെസ്റ്റ് പോലെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലാണെങ്കിൽ ഞാൻ പകുതി എക്സാമിലും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സോ ഇപ്പോഴാണ് ഒരു മെയിൻ എക്സാം എഴുതുന്നതെന്ന് പറയുന്നത്. സോ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ പേപ്പർ വന്നിട്ട് ഞാൻ മാർക്കിൻ്റെ ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ഹിന്ദിക്കാണ്. ഹിന്ദി എനിക്ക് അത്യാവശ്യം ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. പിന്നെ ഇതിന് ഹിന്ദി എടുത്തതെന്ന് വെച്ചാൽ കുറേ പേര് പറഞ്ഞു ഹിന്ദി കുറച്ച് എഴുതിയാൽ മതി, ഭയങ്കര സിമ്പിളാണ്, മലയാളം വല്ല കുറേ എഴുതി വെക്കണ്ട എന്നൊക്കെ വെച്ചായിരുന്നു ഹിന്ദി എടുത്തത്. ബട്ട് എനിക്ക് ടഫാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഹിന്ദി അറിയത്തില്ല. പിന്നെ പറയുകയാണെങ്കിൽ കുറേ നേരം ഇരുന്ന് പഠിച്ചാലാണ് കുറച്ചെങ്കിലും തലയിൽ കയറുള്ളൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം ഒന്നും പഠിച്ചിട്ടായിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ഫോർമാറ്റും അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നമ്മൾ കയ്യിൽ എഴുതി അങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാർക്ക് വന്നിട്ട് എനിക്ക് അത്യാവശ്യം പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് ഒരു മാർക്കൊന്നും ആയിരിക്കില്ല. അപ്പോൾ എനിക്ക് മാർക്ക് വന്നിട്ട് 80ൽ 72 എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന് മാത്രമേ ഉള്ളൂ എനിക്ക് A+, ബാക്കിയൊക്കെ A+ ഇല്ല. അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ടൈം കിട്ടാത്തതിന് ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ ഗ്രാമറും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീച്ചറാണെങ്കിൽ ഭയങ്കര ടൈറ്റ് വാല്യുവേഷൻ, ഒട്ടും മാർക്ക് എടുത്തില്ല, ഭയങ്കര കുറച്ചേ മാർക്ക് തരുള്ളൂ. പിന്നെ ആണെങ്കിൽ നമ്മളിപ്പോൾ എത്ര എഴുതിയാലും ഒരു 70 മാർക്കിന് കൂടുതലൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് നമുക്ക് ഫൈനൽ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും വേറെ ടീച്ചേഴ്സാണല്ലോ നോക്കുക, അപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടെ പഠിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഗുണം ചെയ്യും. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷിന് മാർക്ക് വന്നിട്ട് 80ൽ 51. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു. പിന്നെ മാത്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചാപ്റ്റേഴ്സ് ആയിരുന്നു. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, അത് മാത്രം ആൻസർ ചെയ്തു. അങ്ങനെയായിരുന്നു ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്സിൻ്റെ ഫിസിക്സിൻ്റെ പേപ്പറൊക്കെ കിട്ടിയപ്പോഴത്തേക്കും കെമിസ്ട്രി പൊട്ടിയെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്തുകൊണ്ടോ ഭാഗ്യത്തിന് പകുതി കൂടുതൽ മാർക്ക് കിട്ടിയ അത് തന്നെ ഒരു ആശ്വാസം. എനിക്ക് 60ൽ 35 മാർക്ക്. കാണുന്നുണ്ടോ? 35 മാർക്ക് ഒട്ടും ഉണ്ടാവില്ല വിചാരിച്ചൊരു സബ്ജക്റ്റിന് ഇത്ര മാർക്ക് കിട്ടിയത് തന്നെ ഒരു ആശ്വാസമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ കെമിസ്ട്രീൻ്റെ മാർക്ക് വന്നിട്ട്. അടുത്തത് മാത്സ് ആണ്. മാത്സ് എനിക്ക് അത്യാവശ്യം നല്ല ടഫായിരുന്നു എക്സാം. പിന്നെ എന്താ പറയുക, നമുക്ക് 2 ദിവസം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അതിൽ ഒരു ദിവസം ഞാൻ വെറുതെ ഇരുന്ന് കളഞ്ഞു. 2ാമത്തെ ദിവസം രാവിലെ എനിക്ക് ട്രിഗണോമെട്രി തുടങ്ങിയിട്ട് അതും വെച്ചുകൊണ്ട് വൈകുന്നേരം വരെ ഇരുന്നു. വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എക്സാമിന് പോയി. ഒരു ചാപ്റ്റർ പോലും എനിക്ക് മര്യാദയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എക്സാം നല്ല ടഫായി. പിന്നെ പറയണ്ടല്ലോ, ഞാൻ പൊട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഒരു സബ്ജക്റ്റായിരുന്നു, അത് പൊട്ടുകയും ചെയ്തു ഗൈസ്. 60ൽ 11.5 മാർക്കാണ്. കാണുന്നുണ്ടോ? 60ൽ 11.5 മാർക്കാണ്. പിന്നെ പൊട്ടുമെന്ന് വിചാരിച്ചിരുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് പൊട്ടി. വലിയ വിഷമമില്ല, ടഫായിരുന്നു എക്സാം. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നന്നായിട്ട് മാർക്ക് വാങ്ങുമെന്ന് വിചാരിക്കുന്നു. മാത്സിൽ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു പൊട്ടുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ വലിയ വലിയ എക്സാമുകളിൽ അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടുന്നതായിരുന്നു. അവസാനമായിട്ട് ഫിസിക്സ് ആണ്. ഫിസിക്സ് എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു, മാത്സ് പോലെ തന്നെ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. കെമിസ്ട്രി മാത്സും ടഫായതുകൊണ്ട് തന്നെ ഫിസിക്സും ടഫാവെന്ന് വെച്ച് ഞാൻ ഒരു സീരിയസ്നെസ്സും കൊടുത്തില്ല. നല്ല ഉഴപ്പിയായിരുന്നു എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. ആ ഒരു ദിവസം മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടിയേനെ. ബട്ട് ഞാൻ പഠിച്ചില്ല ഗൈസ്, അത് എൻ്റെ ഒരു കുഴപ്പം തന്നെയാണ്. പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് ഡിഫൈൻ ചെയ്തു. പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടോ, ഞാൻ 3 പേജൊക്കെ എഴുതി വെച്ചു. ബട്ട് എനിക്ക് ഒട്ടും മാർക്കില്ല ഗൈസ്. ഇതിനാണ് ഏറ്റവും കുറവ് മാർക്ക്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, മാത്സിനെക്കാട്ടും കുറവാണ്.
പിന്നെ ഞങ്ങൾക്ക് അവസാനം 2 ചാപ്റ്റേഴ്സ് ഒന്നും എടുത്ത് തീർത്തിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മിസ്സ് ടോട്ടൽ മാർക്ക് കുറച്ച് വെട്ടിക്കുറച്ചിട്ടാണ് 53-ലാണ് മാർക്കുള്ളത്. അപ്പോൾ 53-ൽ എനിക്ക് 5.5 ഗൈസ്. എന്താ ചെയ്യുക, ഞാൻ പഠിക്കാണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വിഷമമുണ്ട്. എന്താ അത്രയാണ് മാർക്ക്. എനിക്കറിയാം ഗൈസ്, ഇത് അത്യാവശ്യം നല്ല മാർക്ക് കുറവാണ്. ഞാൻ 2 സബ്ജക്റ്റിലാണ് പൊട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു ഗൈസ്. ഇനി കുറേ സ്റ്റഡി വ്ലോഗ്സൊക്കെ വരുന്നതായിരിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്കൂളിലൊക്കെ ക്യാമ്പ് തുടങ്ങുമെന്നൊന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്കും സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇന്ന് ക്യാമ്പ് തുടങ്ങി, ഇന്ന് ഉച്ച തൊട്ട് തുടങ്ങി. അപ്പോൾ അടുത്ത ദിവസം ഉച്ച വരെയാണ് ഒരു സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ക്യാമ്പ്. അപ്പോൾ അതിലൂടെ തന്നെ എനിക്ക് നന്നായിട്ട് പഠിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോഴത്തേക്കും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി പഠിക്കുമ്പോൾ മാത്സും ഫിസിക്സും പിന്നെ കെമിസ്ട്രിയും കൂടുതൽ കുറച്ചും കൂടെ ടൈം എടുത്ത് പഠിക്കണം. അല്ലെങ്കിൽ അത് പിന്നെ ബാക്കിലോട്ടായി പോകും ഗൈസ്. പിന്നെ ബയോളജീൻ്റെ കാര്യം എനിക്കറിയില്ല. ബയോളജി എനിക്ക് അത്യാവശ്യം ടഫാണ്. അപ്പോൾ ഇനി അതും കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുത്ത് പഠിക്കണം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നിങ്ങളുടെ മാർക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അത്രയോളം ഒരു കുഞ്ഞ് വീഡിയോ. എനിക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.